കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അണികൾക്ക് ഇന്ത്യയിൽ ദശാവതാര ഒരാളും ഒരു 10 ചാറ്റ് ബോട്ടും ഉണ്ടാവും. എന്നിട്ട് ഈ ഫേക്ക് ഐ ഡി വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലും ബാക്കിയുള്ളിടത്തൊക്കെ പ്രചരണമാണ്. രാജ്യത്ത് പ്രതിഷേധിക്കുന്നവർ തീവ്രവാദികൾ, രാജ്യദ്രോഹികൾ. എന്നതാ ഈ രാജ്യദ്രോഹം, എന്നതാണ് ഈ തീവ്രവാദം, എന്താണ് രാജ്യം? കുറെ അതിരുകളാണോ, ഭൂമിശാസ്ത്രപരമായ അതിരുകളാണോ രാജ്യം? മനുഷ്യന്മാരിലടോ രാജ്യം. മനുഷ്യന്മാർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല ഒരു ജനാധിപത്യ രാജ്യത്തിലെങ്കിൽ അവർ പ്രതിഷേധിക്കും. പ്രതിഷേധമാണ് അത് തിരുത്തലുകൾ വരുത്താനുള്ള രീതി. ഇത് നിങ്ങൾ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നുമല്ല ഇവിടെ. അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ കുറിച്ച് രാജ്യദ്രോഹി, തീവ്രവാദി എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഒന്നും മിണ്ടൂലല്ലോ. അങ്ങനെ എത്രയോ ആളുകളെ മുൻകാലങ്ങളിൽ ഒതുക്കിയിട്ടുമുണ്ട്, ജയിലിലടിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ഇത്. തിരിച്ച് ചോദിക്കണം, എന്താണ് സാർ അവർ ചെയ്ത രാജ്യദ്രോഹം, എന്താണ് തീവ്രവാദം? ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വേണം. ഇതിങ്ങനെ ബാക്കിയുള്ളവരെ നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ കേന്ദ്രം ഭരിക്കുന്ന ആളുകളുടെ ടീം ഉള്ളിലതുള്ളത് കൊണ്ടാണ്. നിങ്ങളാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ തീവ്രവാദികളും രാജ്യദ്രോഹികളും. നിങ്ങളാണ് എല്ലാം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ബാക്കിയുള്ളവരുടെ മേൽ ആരോപിക്കാൻ വേണ്ടി തോന്നുന്നത്. മനസ്സിലായോ? നിങ്ങളാണ് ഏറ്റവും വലിയ. എന്നിട്ട് ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയൊരു തീവ്രവാദികളെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് പുറത്തു പോയി തെരിയാൻ പോവാണ് രാജ്യദ്രോഹികളെ ബാക്കിയുള്ളവരെ. നിങ്ങളാദ്യം നന്നാവടോ. ഈ രാജ്യത്തിനെ തിരിച്ചു പിടിക്കുക. രാജ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തലച്ചോറില്ല. നിങ്ങൾക്ക് ബോധം വരുമ്പോഴേക്ക് ഇനി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. അത് പിന്നെ ഒരാളെ കയ്യിൽ പവർ ഉണ്ടെന്ന് തോന്നിയാൽ ചെരുപ്പ് നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ രീതി. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ബ്രിട്ടന് മുമ്പും നിങ്ങളെ മുൻഗാമികൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് പഠിച്ച ആരോപണങ്ങൾ വന്ന് മൂലക്കൊതുക്കാൻ നോക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ രാജ്യമല്ല, അവരൊരു എൻറ്റിറ്റിയാണ്. 5-10 വർഷത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഏൽപ്പിച്ച് നമ്മുടെ ടാക്സിൽ നിന്ന് ശമ്പളം എടുത്ത് കൊടുക്കുന്ന എൻറ്റിറ്റിയാണ്. അവരെ വിമർശിക്കുക, അവരെ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ള രാജ്യദ്രോഹവും ഭീകരവാദവും ഒന്നുമല്ല. അതുകൊണ്ട് തിരിച്ചു ചോദിക്കണം, തീവ്രവാദിയാണ് രാജ്യദ്രോഹി എന്ന് പറയുമ്പോൾ എങ്ങനെ? ആ ചോദ്യങ്ങളാണ് പുതിയ തലമുറ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം.